ആർച്ച് തയ്യാറാക്കുന്നതിനായി സർക്കിൾ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. സർക്കിൾ ടൂളിലെ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് 180 എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. എൻഡ് 360 0 നൽകുക. 0 ആണെങ്കിൽ 0 മാറ്റേണ്ടതില്ല, 360 ആണെങ്കിൽ കുഴപ്പമില്ല. സ്റ്റാർട്ട് എൻഡ് ഇവ നൽകിയ ശേഷം മൗസ് ക്ലിക്കിൽ കൂടി നമുക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്നത് അർദ്ധവൃത്തമായിരിക്കും. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ ഇപ്പോൾ വരച്ചിരിക്കുന്ന അർദ്ധവൃത്തത്തെ കൃത്യമായ ഷേപ്പിലേക്ക് മാറ്റുക. ഒരു അർദ്ധവൃത്തം തയ്യാറായി. അതിനുശേഷം എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് മറ്റൊരു അർദ്ധവൃത്തം തയ്യാറാക്കുക. ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞു. അതിന് മറ്റൊരു നിറം നൽകിയ ശേഷം അതിനെ കുറച്ച് ചെറുതാക്കി വയ്ക്കുക. ഒരു പ്രാവശ്യം കൂടി എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു കോപ്പി കൂടെ തയ്യാറാക്കി അതിന് മൂന്നാമതൊരു നിറം കൂടെ കൊടുത്ത് ഇങ്ങനെ തയ്യാറാക്കുക. 3 അർദ്ധവൃത്തങ്ങൾ മുകളിലായിട്ട് തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ആർച്ചിൽ നിൽക്കേണ്ടുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടുക. കുറച്ച് വലിപ്പം കൂട്ടിയിട്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് മധ്യത്തുള്ള അർദ്ധവൃത്തത്തിൽ, ഇപ്പോൾ ടെക്സ്റ്റ് സെലക്ട് ആണ്, മധ്യത്തുള്ള അർദ്ധവൃത്തത്തിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് മെനുവിൽ നിന്നും പുട്ട് ഓൺ പാത്ത് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത്, മധ്യത്തുള്ള അർദ്ധവൃത്തം സെലക്ട് ചെയ്യുന്നു, ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത്. അപ്പോൾ ആ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ആ ആർച്ചിൻ്റെ ആ മധ്യത്തുള്ള അർദ്ധവൃത്തത്തിൻ്റെ ആ വരിയിലായി ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇനി ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് തുടക്കത്തിൽ ക്ലിക്ക് ചെയ്ത് സ്പേസ് ബാർ ഉപയോഗിച്ച് അതിനെ മധ്യത്തായി ക്രമീകരിക്കുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് മധ്യത്തുള്ള അർദ്ധവൃത്തത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് മധ്യത്തുള്ള അർദ്ധവൃത്തത്തിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. അതിലെ ഫില്ല് ഒഴിവാക്കുക. സ്ട്രോക്ക് ഉണ്ടെങ്കിൽ സ്ട്രോക്ക് ഒഴിവാക്കുക. ഫില്ലും സ്ട്രോക്കും ഒഴിവാക്കി ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ആ ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. നോ പെയിൻറ്റ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫില്ല് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇപ്പോൾ 3 അർദ്ധവൃത്തങ്ങളിലെ മധ്യത്തുള്ള അർദ്ധവൃത്തത്തെ ഇവിടെ ഹൈഡ് ചെയ്ത് നിർത്തിയേക്കാണ്. ഇനി ചെയ്യേണ്ടുന്നത് ഏറ്റവും ഉള്ളിലുള്ള അർദ്ധവൃത്തത്തെ കുറച്ചുകൂടി വലുതാക്കുക. ഇനി ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് ഈ അർദ്ധവൃത്തവും പുറത്തുള്ള അർദ്ധവൃത്തവും കൂടെ സെലക്ട് ചെയ്യുക. കീബോർഡിൽ ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് ഇപ്പോൾ 2 അർദ്ധവൃത്തങ്ങൾ മാത്രം, ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടില്ല, 2 അർദ്ധവൃത്തങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് പാത്ത് മെനുവിൽ നിന്നും ഡിഫറൻസ് എടുക്കുക. പാത്ത് ഡിഫറൻസ്. ഇപ്പോൾ ആർച്ചിനുള്ളിലെ ടെക്സ്റ്റും തയ്യാറായി.